മദീനന്റെ പുറത്തുള്ള ചില പ്രവിശ്യകളിൽ ദജ്ജാൽ എത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫയഖ്റുജു ഇലൈഹി യൗമഇദിൻ, അന്ന് ദജ്ജാലിന്റെ അടുക്കലേക്ക് ചെല്ലും റജുലുൻ, ഒരാള്, ഹുവ ഖൈറുൻ നാസി ഔ മിൻ ഖിയാരിൻ നാസി, അന്നുള്ള ആളുകളിൽ ഒരു നല്ല ആള് ദജ്ജാലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഫയഖൂലു, ആ വ്യക്തി ദജ്ജാലിനോട് പറയും, അശ്ഹദു അന്നക ദജ്ജാലു, നീ ദജ്ജാലാണെന്ന് ഞാൻ സാക്ഷ്യം പറയും, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസഹു, ഇങ്ങനെ ഒരു ദജ്ജാൽ വരുമെന്ന് നബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ദജ്ജാലാണ് നീ എന്ന് ഞാൻ ഇതാ സാക്ഷ്യം പറയുന്നു. ഫയഖൂലു, അപ്പൊ ദജ്ജാല് കൂടെയുള്ള ആളുകളോട് ചോദിക്കുകയാണ്, അറഅയ്തും, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്, ഇൻ ഖതൽതു ഹാദാ, ഈ വ്യക്തിയെ ഞാനിപ്പോൾ കൊല്ലുകയാണ്, അങ്ങനെ കൊല്ലുകയും തുമ്മ അഹ്യയ്തുഹു, പിന്നെ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്താൽ ഹൽ തശുക്കൂന ഫിൽ അംർ, അപ്പൊ ഞാൻ പറയുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂലേ? ഞാൻ മോശക്കാരനൊന്നല്ല. കാരണം ദജ്ജാല് പല വാദങ്ങൾ ഉന്നയിക്കും, പ്രവാചകത്വം വാദിക്കും, ദിവ്യത്വം വാദിക്കും എന്നൊക്കെ പറയുന്ന പല ചില ആസാറുകളും കാണാൻ സാധിക്കും. അപ്പൊ പല വാദങ്ങളും അവൻ ഉന്നയിക്കുന്നുണ്ട്, അവനൊരു ആദർശത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, ഒരാശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, അവന്റേതായ ആശയത്തിലേക്ക്. അപ്പൊ അത് സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ ഈ വ്യക്തിയെ കൊന്ന് ജീവിപ്പിച്ച് കാണിച്ചു തന്നാൽ? ഫയഖൂലൂന, അപ്പൊ അവർ പറയും ലാ, ഫയഖൂലൂന ലാ, ഇല്ല, ഞങ്ങൾക്ക് സംശയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞൊക്കെ ഞങ്ങൾ വിശ്വസിക്കും. ഫയഖ്തുലൂഹു, അപ്പൊ ഈ വന്ന മുസ്ലിമായ ഈ വിശ്വാസിയായ നല്ല ആളെ ദജ്ജാൽ കൊല്ലുന്ന ചില റിപ്പോർട്ടുകൾ മുറിച്ച് 2 കഷ്ണാക്കിയിടുന്ന, എന്നാൽ അതിന്റെ ഇടയിലുള്ള നടക്കുന്നൊക്കെ ഹദീസിൽ കാണാം. സുമ്മ യുഹ്യീഹി, എന്നിട്ട് അതിന് ജീവനും കൊടുക്കും. അപ്പൊ ദജ്ജാലിന് ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല, കഴിവില്ല. പിന്നെ ഇതെന്താ? അതാണ് ഫിത്ന എന്ന് പറഞ്ഞത്. കാരണം ഈ വ്യക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ദജ്ജാലിലൂടെ നടപ്പിലാക്കുന്ന ഒരു അത്ഭുതകരമായ കാര്യം, ദജ്ജാലിൽ ഇപ്പൊ അള്ളാഹ് ലോകത്ത് സംവിധാനിച്ച പല വ്യവസ്ഥകളുണ്ട്, പല നടപടിക്രമങ്ങളുണ്ട്, സുന്നത്തുള്ളകളുണ്ട്, അള്ളാഹുടെ നടപടിക്രമങ്ങൾ. അതിന് അള്ളാഹ്ക്ക് ചില ഹിക്മത്തുകളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ പരീക്ഷണങ്ങളാകാം, മറ്റുള്ളവർക്ക് പരീക്ഷണമാകാം, അവിടേക്ക് ആളുകൾ വിജയിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പരീക്ഷണം. അപ്പൊ ഈ ദജ്ജാല് ഈ വ്യക്തിയെ കൊന്നിട്ട് ജീവിപ്പിക്കുകയാണ്. ഫയഖൂലു, ജീവിപ്പിച്ച ശേഷം ഈ മരിച്ചു ജീവിച്ച വ്യക്തി ഉണ്ടല്ലോ, അവൻ പറയാണ്, വല്ലാഹി മാ കുന്തു ഫീക അശദ്ദു ബസീറത്തൻ മിന്നി അൽ യൗം, ഇപ്പൊ നീ ദജ്ജാലാന്ന് എനിക്ക് ഉറപ്പായി. കാരണം ഇങ്ങനെ നീ ചെയ്യുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ ദജ്ജാൽ തന്നെയെന്ന് എനിക്കെന്തായി? ഉറപ്പായി. അത് പറയുമ്പോ അപ്പൊ ദജ്ജാൽ ദേഷ്യം വരും. ഫയുരീദു ദജ്ജാലു അൻ യഖ്തുലഹു, അപ്പൊ ആ വ്യക്തിയെ വീണ്ടും പിടിച്ച് കൊല്ലാൻ പുറപ്പെടും. ഫലാ യുസല്ലത്തു അലൈഹി, പക്ഷെ കഴിയില്ല, അപ്പൊ കിട്ടൂല. അപ്പൊ നേരത്തെ കൊല്ലാൻ കിട്ടിയ പിന്നെ ജീവിപ്പിക്കാൻ പറ്റിയ അതേ ആളെ പിന്നെ എന്താ കൊല്ലാൻ കഴിയാത്തത്? അപ്പൊ അത് അവന്റെ ഒരു പ്രത്യേകമായ കഴിവൊന്നുമല്ല, അത് അല്ലാഹു തആല അവിടെ സംവിധാനിച്ച റബ്ബിന്റെ വ്യവസ്ഥയാണ്. അതാണ് ദജ്ജാലിനെ കുറിച്ച് എന്ത് പറഞ്ഞത്? വലിയ ഫിത്നയാണ് എന്ന് പറയാനുള്ള കാരണം.